രാജു പി നായർ, കഴിഞ്ഞ തവണ വലിയ തരത്തിലുള്ള ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു, ഒരു രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിരുന്നു. 77% പോളിംഗ് ശതമാനം ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണെന്ന് നിസ്സംശയം പറയാം. ഒപ്പം ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിലും അന്നൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ രാഹുൽ ഗാന്ധിക്കും കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇത്തവണ ആ പ്രതീക്ഷ കൈവിട്ടതാണോ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം? രാഹുൽ ഇഫക്റ്റ് ഗ്രൗണ്ടിൽ ഏശിയില്ലേ? ഒരിക്കലല്ല, ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഞാനൊരു രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 142 കോടിയോളമുള്ള ജനങ്ങളിൽ ഏകദേശം 60 കോടി ജനങ്ങളാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. അതിന്റെ 38% നേടിയാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ തീരുമാനം ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ പൗര ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിലാണ് നമ്മളുടെ എല്ലാം ജീവനുകളെ അല്ലെങ്കിൽ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കുന്ന, അപകടത്തിലാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് പോയത്. അപ്പോൾ വോട്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. അത് ഒരാളും അത് വിനിയോഗിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ് എന്നുള്ളത് മാത്രം ഞാൻ ആദ്യം ഒരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു വെക്കട്ടെ. പിന്നെ അങ്ങ് പറഞ്ഞതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഇന്ന് ഈ രാജ്യം തിരിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഒരു കൂട്ടുകക്ഷി ഇന്ത്യയുടെ മുന്നണിക്ക് വലിയ സാധ്യതകളുണ്ടെന്നും കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ കഴിഞ്ഞ 2 ഫേസ് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വരുന്ന അഭിപ്രായങ്ങളിൽ നിന്നും കണക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇരട്ടിപ്പാണ്. ആ ഇരട്ടിപ്പ് കുറേയധികം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഏകദേശം 1-2% 1%-എങ്കിലും പല നിയോജക മണ്ഡലങ്ങളിലും വോട്ടിരട്ടിപ്പ് കൊണ്ടുള്ള വർധനവുണ്ടായിരുന്നു. 2, വോട്ടർ ലിസ്റ്റിന്റെ പൂർണ്ണമായൊരു ശുദ്ധീകരണം നടന്നിട്ടില്ല. പല മരണപ്പെട്ടവരും സ്ഥലത്തില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങളിൽ വലിയ ഒരു പങ്ക് ഞങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പൊക്കെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. പുതിയ തലമുറയിൽപ്പെട്ട പല ആൾക്കാരും ഇന്ന് നാട്ടിലില്ല, അവരെല്ലാം പുറത്തു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ വോട്ടുകളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൂന്നാമത്തെ ഒന്ന് നമ്മുടെ കാലാവസ്ഥയാണ്. വലിയ ചൂടുണ്ടായിരുന്നു. ആ ചൂട് പലപ്പോഴും ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. നാലാമത്തെ ഒരു ഘടകമുള്ളത് പോളിംഗ് ഓഫീസർമാരുടെ അനാസ്ഥ ഉണ്ടായിരുന്നു. പല പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ രീതിയിലുള്ള ക്യൂ രൂപപ്പെട്ടു. മണിക്കൂറുകളോളമുള്ള ക്യൂവിൽ ഈ ഉഷ്ണത്തിൽ നിൽക്കാൻ കഴിയാതെ ജനങ്ങൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ പോയി എന്നുള്ളൊരു ഘടകമാണ്. ഞാൻ തന്നെ വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കുത്തി കഴിഞ്ഞാൽ ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞാണ് ഒരു വോട്ടിങ്ങിന്റെ ഒരു പ്രോസസ്സ് തീർന്നിരുന്നത് ആ ബാലറ്റിൽ. അപ്പോൾ വലിയ ഡിലേ ഉണ്ടായി എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി രാഷ്ട്രീയമായ ഒരു കാരണമുണ്ട്. രാഷ്ട്രീയമായ കാരണം ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ വോട്ടുകൾ വലിയ രീതിയിലൊരു മന്ദത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന് നമ്മുടെ ബഹുമാന്യായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ VS അച്യുതാനന്ദൻ മോഡൽ പ്രയോഗം വലിയൊരു രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പുറത്ത് ഓസ്ട്രേലിയയിലുള്ള ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇട്ടിരുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അവസാനം സഖാക്കളെ, എങ്ങനെയെങ്കിലും എന്റെ ബൂത്തിൽ വോട്ടിംഗ് ശതമാനം ഇത്രയായിട്ടുള്ളൂ, സഖാക്കളെ നിങ്ങൾ ഇറങ്ങി ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ സമയം 4 മണിയാക്കിയപ്പോൾ ഇട്ട ഒരു പോസ്റ്റുണ്ട്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വോട്ടുകളിൽ കാര്യമായ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഇടതുപക്ഷ മുന്നണിക്ക് കളം പിടിക്കാൻ കഴിയാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പോയത്. കാരണം ശരി, നമുക്കത് അനിൽകുമാറിനോട് ചോദിക്കാം. പക്ഷേ അതിന് മുമ്പ് എനിക്കുള്ള ചോദ്യം, വയനാട്ടിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനേക്കാൾ ശരാശരി 6% വോട്ടിന്റെ കുറവുണ്ട്. വയനാട് മാത്രം എടുക്കുന്നു. രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ വലിയ ആവേശമായി അത് ഏറ്റെടുത്തു. പക്ഷേ ഇത്തവണ ആവേശം ഗ്രൗണ്ടിൽ കാണാനേ ഉണ്ടായിരുന്നില്ല. അവിടെ 7% ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല പോളിംഗ് ബൂത്തിൽ. ഇനി ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാലും 5% ആളുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരാശരി 50,000-ഓളം ആളുകൾ വോട്ട് ചെയ്യാനായി വയനാട് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയുടെ വോട്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലോ. കാര്യം 4.5 ലക്ഷത്തോളം ഭൂരിപക്ഷം നേടിയൊരു മണ്ഡലമാണ്. അപ്പോൾ വയനാട് തന്നെ ഒരു ഉദാഹരണമാണ്. അല്ല അരുൺ, അവിടെ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ പല കാരണങ്ങൾ അതിനകത്തുണ്ട്. ആനി രാജയുടെ തിരഞ്ഞെടുപ്പിൽ CPM എന്ത് സമീപനമാണ് എടുത്തിരുന്നത്? ഞാൻ വയനാട് 15 ദിവസം ഞാൻ അവിടെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. CPM കളത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. ആനി രാജയുടെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പോലും 1000 പേര് തികച്ചുണ്ടായിരുന്നില്ല. CPM പൂർണ്ണമായിട്ട്
ഒഴിഞ്ഞു മാറി നിന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം മറുപടി പറയട്ടെ. ഇനി എനിക്കൊരു കണക്ക് ചോദ്യം അങ്ങനെയുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല, പോളിംഗ് ശതമാനം ഇടിയുമ്പോഴൊക്കെ LDFന്റെ സീറ്റ് വിഹിതം വർദ്ധിക്കുന്നതായി കാണാം. ഇപ്പോൾ 1980 62% പോളിംഗ് ചെയ്തുള്ളൂ. അന്ന് 11 സീറ്റാണ് LDF നേടിയത്. 99 69% പോളിംഗ്. അന്ന് നേടിയത് LDF 9 സീറ്റുകളാണ്. 2004 71% പോൾ ചെയ്യുമ്പോൾ 18 സീറ്റുകളാണ് LDF നേടുന്നത്. എന്നു പറഞ്ഞാൽ പോളിംഗ് ശതമാനം 71% അതിന് താഴെയോ ആകുമ്പോഴെല്ലാം LDFന് സീറ്റിന്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറിച്ച് സീറ്റ് നിങ്ങൾ വോട്ട് 73 74 76 77 ആകുന്ന സമയത്ത്, 79 ആകുന്ന സമയത്ത് UDFനും വലിയ ആനുകൂല്യം കാണുന്നു. ഇതൊരു പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടാണെങ്കിലും ആ കണക്കുകൾ റിഫ്ലക്ട് ചെയ്താൽ ഇത്തവണ 8 സീറ്റിലധികം LDF നേടുമെന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ടില്ല, ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. അത് തെറ്റാണെന്ന് പല തെരഞ്ഞെടുപ്പും തെളിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ അങ്ങയുടെ കണക്ക് ഞാൻ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഈ ഒരു 6% എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 60,000 വോട്ടാണ്. അതൊരു 75% ഇനി കോൺഗ്രസിന്റെ വോട്ട് UDFന്റെ വോട്ടാണെന്ന് തന്നെ കരുതിക്കോളൂ. എന്നാൽ പോലും ഏകദേശം 35,000 40,000 വോട്ട് ഡിഫറൻസാണ്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ജയിച്ചത് എത്ര ലക്ഷം വോട്ടുകൾക്കാണ് എന്നുള്ളത് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചോ. ഇനിയിപ്പോൾ അങ്ങയുടെ വാദം അംഗീകരിച്ചാൽ പോലും അങ്ങ് പറയുന്ന പോളിംഗ് ശതമാനം 6% കുറഞ്ഞതുകൊണ്ട് LDF ജയിക്കുന്നു പറയുന്ന വാദം നിലനിൽക്കില്ല. ഇനി രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ അനുകൂലമായിട്ടുള്ള തരംഗം, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ UDFനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് നോക്കിയാലും അങ്ങയുടെ വാദം LDF വോട്ട് ലഭിക്കും, സീറ്റ് ലഭിക്കും എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. ശരി. Debate with Arun Kumar.